ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് വലിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം നമ്മുടെ സ്നേഹിതരും സുഹൃത്തുക്കളും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ പപ്പ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്രട്ടറി ലിജിമോളുടെ പപ്പ നമ്മളെ വിട്ടുപോയി. അത് കണക്ക് നമ്മുടെ ഫാമിലി മെമ്പറായ രാജേഷിൻ്റെ അമ്മ നമ്മളെ വിട്ടുപോയി. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ ക്രിസ്മസ് ഈ രീതിയിൽ ഒരു ലളിതമായ രീതിയിൽ നമ്മൾ കൊണ്ടാടുകയാണ്. അതിന് ഒരു ഇതായിട്ടെന്നുള്ള രീതി എല്ലാ വർഷവും നമ്മുടെ ഉള്ളതാണ്. അപ്പോൾ ആ ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുന്ന ഒരു ദൗത്യം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പായിട്ട് നേരത്തെ നമ്മൾ ഞർക്കെല്ലാം എടുത്തു. പക്ഷെ അതിൻ്റെ എന്താണെന്നുള്ള സംഭവം ഇപ്പോഴാണ് നമ്മളത് അറിയാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ അതിലേക്ക് കിടക്കാം. ജോബിയാസാണ്. ഹാപ്പി ക്രിസ്മസ്. പൊട്ടിച്ചു കളയാ. ഇത് ഒരുപാട് പാക്കിങ്. എൻ്റെ ഫ്രണ്ട് രാശി. സ്പീഡപ്പാക്ക്. രാശിന്റെ ആരാന്ന് പറയും. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് പ്രതീക്ഷിക്കാത്തൊരു അവള് പ്രതീക്ഷിച്ചിട്ട് അന്റെ മോള് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. നിന്റെ ഡൗട്ട് കറക്റ്റ് ആയിരുന്നു. നിന്നെ തന്നെയാണ് എനിക്ക് ഫ്രണ്ടായി കിട്ടിയത്. നമ്മൾ ഒന്ന് പറഞ്ഞാൽ രണ്ടിനടിയാണ്. എന്നാലും അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. നീ ചിലപ്പോൾ കുറച്ച് ഷോ ഒക്കെ കാണിക്കും. നിനക്കറിയാം അത് എൻ്റെ അടുത്ത് നടക്കില്ല എന്ന്. ഞാൻ നിന്നെ വഴക്ക് പറയും, ട്രോളും. അതുവരെ ഒന്നും കൊണ്ടല്ല, അത് നിന്നോട് പറയാം എനിക്ക് ഉള്ളത് കൊണ്ടാണ്. ലൈഫ് ലോങ് വരെ ഈ സ്നേഹം കാണണം കേട്ടോ. എൻ്റെ ഫ്രണ്ടായ നിനക്ക് വേണ്ടി ഞാൻ പ്രയർ ചെയ്തു. കിച്ചണിലോട്ട് പോട്ടെ. ഞങ്ങൾക്ക് എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും ഷേക്ക് കുടിക്കാതെ. ന്യൂ ജനറേഷൻ കൺസെപ്റ്റ് ഒക്കെ എവിടെ പോയെന്ന് കണ്ടാ? എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ബൈജി ഉണ്ട്.
കഴിഞ്ഞ വർഷം ഈ വർഷം ഒരേ അടക്കം കിട്ടിയെങ്കിലേ. അല്ല ആകാംക്ഷയാ അല്ല എഴുതിയിട്ടുണ്ടാകത്ത്. നമ്മുടെ ഇന്ന് നമ്മുടെ കരോള് വരുന്ന ദിവസമാണ്. അപ്പോൾ ആ കരോളിൽ നമ്മുടെ ഫാദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ വകയായിട്ട് ഇന്ന് ഞങ്ങളുടെ അല്ല ക്രിസ്മസ് ഫാദർ അല്ല ഞാൻ ഉദ്ദേശിച്ച് പള്ളിയിൽ നമ്മുടെ വികാരി അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അതിനുള്ള സാധനം അവർ മേടിച്ചിട്ട് വന്നതാ. വാങ്ങിച്ചോട്ട് വാ. കിട്ടിയ എന്റെ ഫ്രണ്ട് ആരാന്ന് പറയട്ടെ. ആരാ പപ്പാന്ന് പറഞ്ഞത് കിട്ടും. ആരാ മേരി ക്രിസ്മസ്. ഇതിവിടെ കൊടുക്കും. അപ്പൊ ഇത് ഓക്കെ, ഞാൻ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം കുറച്ച് മോഡലാവാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് അവരെനിക്ക് ഇറക്കി തന്നതാ. അതാ ശരിക്കും സീരിയസ് ആയിട്ട് അതാ. ഓക്കെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മാതാമല പോയപ്പോൾ എൻ്റെ പേഴ്സ് കീറിയത് കണ്ടിട്ട് ഇവര് എനിക്ക് വേണ്ടി പേഴ്സ് മനഃപൂർവ്വം. ഓക്കെ, താങ്ക് യു. എനിവേ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. അപ്പം എനിക്ക് കിട്ടിയ നമ്മളെ അനിയത്തി ജോസി കുട്ടിയാ, ഓടി വാ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എനിക്ക് കിട്ടിയേക്കുന്ന സ്മിത മോളാണ്. ചേച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാർത്തിക് ഗിഫ്റ്റ്. അപ്പൊ കാർട്ടൂണിന് വേണ്ടിയിട്ട് ഞാൻ കാർട്ടൂണിന്റെ ഗിഫ്റ്റ് തുറക്കുകയാണ്. കാർട്ടൂൺ സ്ഥലത്തില്ല. കാർട്ടൂണിന്റെ ഗിഫ്റ്റ്. കാർട്ടൂൺ കിട്ടിയേക്കുന്ന അമ്പാടിയാണ്. അമ്പാടി ബെല്ലടിക്കുകയാണെങ്കിൽ നോക്കിയോണേ. കത്രിക എല്ലാത്തിനും പൂവോടെ
കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അന്നമോളും മോനായി കൂടെ വന്നിട്ടെങ്കിൽ ഇതൊന്നാണ് എന്റെ പ്രിയ ഷിബുവിന്റെ മകള്. ഇത് നമ്മുടെ ഇനി അടുത്ത ജനറേഷനിലെ നമ്മുടെ മുതിർന്ന കമാൻഡർ അമ്പാടിഞ്ഞ് വാ. നമ്മുടെ എല്ലാ ഇനി വരാൻ പോകുന്ന ഇവരുടെ എല്ലാ കമാൻഡറാണ് കേട്ടാ. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പം നമ്മളെ ഈ പറയുന്ന ചാനലിൻ്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ടാണ്. അതിലുപരി എൻ്റെ ഒരു അനിയനാണ്. എൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങളിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത് എൻ്റെ വളർച്ചയിൽ എൻ്റെ കൂടെ നിന്ന രാജീവിനെ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ വകയായിട്ട് ഈ പറയുന്ന ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ സെലിബ്രേഷനോടൊപ്പം തന്നെ നമ്മുടെ ഞങ്ങളുടെ പള്ളിയിലെ കരോളും കൂടെ ഇന്നിവിടെ വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടെ ആണ്. അപ്പോൾ അതും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട് തുടർന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം ഇനി വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഹാപ്പി ക്രിസ്മസ്.
ഫ്രണ്ട്സ്